وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഭയമുള്ള ഭീതിയുള്ള ഒരു കാര്യമാണ് മരണം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മരണങ്ങളെ കണ്ടവരാണ്, കേട്ടവരാണ്. പക്ഷേ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ഒരു ലോകത്തിന്റെ ഏറ്റവും വലിയ നഷ്ടമായി മാറിയ ഒരു മരണത്തിന്റെ ചരിത്രത്തിലേക്കാണ്. അതെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം. മർഹബൻ, മോസ്റ്റ് വെൽക്കം. വഫാത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ, നമ്മുടെ ഉമ്മയുടെ വീട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിവസങ്ങൾ മുഴുവനും പ്രിയപ്പെട്ട പത്നിമാർക്ക് നബി തങ്ങളെ വീതിച്ച് നൽകിയിട്ടുണ്ട്. ഒരിക്കല് ജനാസ സംസ്കാരം കഴിഞ്ഞ് വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പ്രിയപ്പെട്ട പത്നിമാരോട് ചോദിക്കുകയാണ്, ഞാൻ നാളെ എവിടെയാണ് താമസിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വായിച്ചറിഞ്ഞതുപോലെ പ്രിയപ്പെട്ട പത്നിമാരൊരുവരുടെ കൂടെ താമസിച്ചു. അങ്ങനെ റസൂൽ ആയിഷ ബീവിയുടെ അടുക്കലേക്ക് താമസമാക്കുകയാണ്. ഒരിക്കൽ വല്ലാത്ത വേദന അനുഭവിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രത്തിൽ ശീലമുട്ടിയിട്ട് നെറ്റിയിൽ ഇങ്ങനെ തടവിയിട്ട് പറയും, ആയിഷ, എനിക്ക് വല്ലാത്ത വേദനയാണ് ആയിഷ. എന്റെ ഒരു ജൂതപ്പെണ്ണ് എനിക്ക് നൽകിയ വിഷം, അതിന്റെ കയ്പ് ഞാനിപ്പോ വല്ലാതെ മനസ്സിലാക്കുന്നില്ല ആയിഷ എന്ന് പറഞ്ഞ റസൂല് കരഞ്ഞു പോവാണ്. ഏതായാലും 2 ദിവസം ചന്ദ്രൻ മാറി പറഞ്ഞു. ഇതുവരെ ഹബീബിലേക്ക് പോയി ബാങ്ക് കൊടുത്തു, നിസ്കരിച്ചു. അങ്ങനെ അവർ നിസ്കരിക്കുമ്പോൾ ആയിഷ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, ആ കർട്ടൻ ഒന്ന് നീക്കുമോ ആയിഷ? റസൂല് അവര് നിസ്കരിക്കുന്നത് നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂല്. നിസ്കാരം അത്തഹിയ്യാത്തിനോട് അടുത്ത സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, ആ കർട്ടൻ ഒന്ന് നീക്കിക്കോളൂ ആയിഷ. അങ്ങനെ തൊട്ടപ്പുറത്ത് ഫാത്തിമ ബീവി തന്റെ ഉപ്പയുടെ മരണം ആലോചിച്ചു. തൊട്ടപ്പുറത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഫാത്തിമ ബീവി, ആയിഷ ബീവിയൊക്കെ നബി തങ്ങളുടെ വഫാത്തിനെ ആലോചിച്ച് കരയുന്ന സമയത്ത് ദൂരനാരോ വന്ന് മുട്ടുകയാണ്. ആരായിരിക്കും? ആരായാലും അസ്സലാമു അലൈക്കും, വാതിൽ തുറക്കും. ഫാത്തിമ ബീവി പറഞ്ഞു, എന്റെ ഉപ്പ ഒരു രോഗ അവസ്ഥയിലാണ്, വാതിൽ തുറക്കാൻ കഴിയില്ല. ആ സമയത്ത് മുത്തനബി പറഞ്ഞു, 3 തവണ മുട്ടി മറുപടി പറഞ്ഞു. അവസാനം മുത്ത് റസൂൽ പറഞ്ഞു, ഫാത്തിമ, അത്യാവശ്യക്കാർ വല്ലവരും ആയിരിക്കും, നീ തുറന്നു കൊടുക്ക്. ഫാത്തിമ ബീവി ആ വാതിൽ തുറന്നു കൊടുക്കാൻ പോയപ്പോ പേടിച്ച് വിറച്ചുപോയി, ധരിച്ചു നിന്നുപോയി. ഒരു പ്രത്യേക വിചിത്ര ചിത്രമായിരുന്നു അത്. ആർക്കെ പറയാൻ പറ്റും? അതെ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമായിരുന്നു. ഫാത്തിമ ബീവി പേടിച്ച് വിറച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഒരു അപരിചിതനാണ് നബി. നബി തങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചു. അങ്ങനെ അദ്ദേഹം വന്നു. നബി തങ്ങൾ ചോദിച്ചു, എന്തിന് അസ്റായീൽ, നീ എന്നെ സന്ദർശിക്കാൻ വന്നതാണോ? അസ്റായീൽ പറഞ്ഞു, അതെ നബിയെ, ഞാൻ അങ്ങയെ സന്ദർശിക്കാൻ വന്നതാണ്. സമ്മതം കിട്ടിയ റൂഹ് കൂടി പിടിക്കും. നബി തങ്ങൾ സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ അസ്റായീൽ റൂഹ് പിടിക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ്. റൂഹ് പിടിക്കാൻ തുടങ്ങി. റസൂല് വേദന കൊണ്ട് പൊളിയുകയാണ്, മരണത്തോട് മല്ലടിക്കുകയാണ്. ആ സമയത്ത് അസ്റായീലിനോട് പറയാണ്, അസ്റായീൽ, എന്റെ റൂഹ് ഒന്ന് പതുക്കെ പിടിക്കുമോ? അസ്റായീൽ പറഞ്ഞു, നബിയെ, ഞാൻ ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഇത്രയും ലോലമായിട്ട് ഞാൻ ആരുടെയും റൂഹ് പിടിച്ചിട്ടില്ല റസൂലുള്ളാഹ്. പ്രിയ ഭർത്താവ് വേദന കൊണ്ട് പൊളയുന്നത് കണ്ട ആയിഷ ബീവി ഓടിയിട്ട് പ്രവാചകനെ മടിയേക്ക് എടുത്ത് വെച്ചിട്ട് അവിടെ നിന്ന് തടവി കൊടുക്കുമ്പോൾ പറയുന്നു, ആയിഷ, എന്റെ മരണവേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ആയിഷ. മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ എന്ന് പറഞ്ഞിട്ട് കരയുന്ന റസൂൽ. അവസാനം അസ്റായീൽ റൂഹിനെ പിടിക്കുകയാണ്. വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരുന്നുണ്ട്. മിസ്വാക്ക് കയ്യിലുള്ള സ്വഹാബിയോട് ആയിഷ ബീവി ഭർത്താവിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് ആ മിസ്വാക്ക് എടുത്തിട്ട് റസൂലിന്റെ പല്ല് തേച്ചു കൊടുക്കുകയാണ്. റസൂൽ അങ്ങനെ ലോകത്തോട് വിട പറയുകയാണ്. റഹ്മത്തുൽ ആലമീൻ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.